ഹായ് ഓൾ എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ മറ്റൊരു ഭാഗമാണ്. നമ്മൾ നവംബർ 26 വരെയുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു, നവംബർ 1 മുതൽ. അത് നമ്മളുടെ പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റാക്കി അത് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 മുതൽ കണ്ടുവരിക. നമ്മൾ 2025 നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, സെക്രട്ടറി അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവംബർ 27, 28 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, 2 ദിവസത്തെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഗുസ്തി താരമാണ് ബജ്റംഗ് പൂനിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബജ്റംഗ് പൂനിയ ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് 4 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയതാണ് നമ്മുടെ ഗുസ്തി താരത്തിന്. ബജ്റംഗ് പൂനിയയ്ക്ക് 4 വർഷത്തെ വിലക്ക് അടുത്തിടെ ഏർപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ചില പരീക്ഷയ്ക്കൊക്കെ കായിക മേഖല ചോദിക്കുമ്പോൾ ചോദിക്കാം, ബജ്റംഗ് പൂനിയ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഗുസ്തി താരമാണ് ആര്? ബജ്റംഗ് പൂനിയ. ഓക്കെ, ഇനി മറ്റൊരു സംഭവം നോക്കാം. യുദ്ധകാലത്തും വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങളിലും രാജ്യത്തെ ടെലികോം സേവനങ്ങൾ സർക്കാരിന് 15 ദിവസം നിർത്തിവെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ യുദ്ധകാലത്തും വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? രാജ്യത്തെ ടെലികോം സേവനങ്ങൾ സർക്കാരിന് എത്ര ദിവസം നിർത്തിവെക്കാം? 15 ദിവസം നിർത്തിവെക്കാൻ സാധിക്കും. ഓർത്തിരിക്കുക, ചോദിക്കാം. അപ്പോൾ യുദ്ധകാലത്തും വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങളിലും രാജ്യത്തെ ടെലികോം സേവനങ്ങൾ സർക്കാരിന് നിർത്തിവെക്കാൻ സാധിക്കുന്ന കാലയളവാണ് 15 ദിവസം. 15 ദിവസം. അതുപോലെ അടുത്തൊരു ക്യാമ്പയിനാണ് രാജ്യത്തെ ശൈശവ വിവാഹ വിമുക്തമാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ക്യാമ്പയിൻ ബാൽ വിവാഹ് മുക്ത് ഭാരത്. ബാൽ വിവാഹ് മുക്ത് ഭാരത്. രാജ്യത്തെ ശൈശവ വിവാഹ വിമുക്തമാക്കുന്നതിനുള്ള ക്യാമ്പയിനാണ് ഏത്? ബാൽ വിവാഹ് മുക്ത് ഭാരത്. അടുത്ത നമുക്കൊരു ദേശീയോദ്യാനം പരിചയപ്പെടാം. കാസിരംഗ ദേശീയോദ്യാനം. കാസിരംഗ ദേശീയോദ്യാനം ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഓക്കെ, ആസാമിലാണ് കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളാം, ചോദിക്കാം. കാസിരംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാം. കാരണം നമ്മുടെ 12ാമത് അന്താരാഷ്ട്ര ടൂറിസം മാർട്ട് നടക്കുന്നത് ഇത്തവണ കാസിരംഗ ദേശീയോദ്യാനത്തിൽ വെച്ചാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെയൊക്കെ ടൂറിസം മാർട്ടെന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ആ വേദി എന്നുള്ള രീതിയിലും വിടും. പക്ഷേ ചോദിക്കുന്നത് ഈ രീതിയിലായിരിക്കും, കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. കാരണം ഇവിടെ കറണ്ട് അഫയേഴ്സ് പത്രവാർത്തയായിട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലും ചോദിക്കും. അപ്പോൾ കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. ഓക്കെ, എന്തായിരുന്നു ഇത്തവണ 12ാമത് അന്താരാഷ്ട്ര ടൂറിസം മാർട്ട് നടക്കുന്നത് കാസിരംഗ ദേശീയോദ്യാനത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് അത് പഠിച്ചോളാം. അതുപോലെ നമ്മുടെ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിയാണ് അന്നപൂർണ ദേവി. നിങ്ങൾ മുമ്പോട്ടുള്ള എപ്പിസോഡൊക്കെ നോക്കിയാൽ അറിയാം, നമ്മൾ ഓരോ ദിവസവും ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും രാജ്യത്തെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരെയൊക്കെ നമ്മളിങ്ങനെ പേരുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പഠിച്ചെടുത്തോളാം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിയാണ് അന്നപൂർണ ദേവി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിയുടെ പേരാണ് അന്നപൂർണ ദേവി. അതുപോലെ പുതുതായിട്ടൊരു മുഖ്യമന്ത്രി ചാർജ് എടുത്താണ് ഹേമന്ത് സോറൻ. നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ഹേമന്ത് സോറൻ. ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേരാണ് ഹേമന്ത് സോറൻ. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടൽ പരിചയപ്പെടാം. നമ്മുടെ IT മേഖലയിലുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ മിക്കവാറും ഈ പോർട്ടലുകളും ആപ്പിൻ്റെ പേരുകളൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പോർട്ടലാണ് ഇ-ശ്രം പോർട്ടൽ. ഇ-ശ്രം. ഓക്കെ, രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് ഇ-ശ്രം പോർട്ടൽ. ഓക്കെ, ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയും കൂടെ പരിചയപ്പെടാം. PM സ്വനിധി പദ്ധതി. വഴിയോര കച്ചവടക്കാരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു ഏത്? PM സ്വനിധി പദ്ധതി എന്ന് പറയുന്നത്. PM സ്വനിധി പദ്ധതി. അതായത് നഗരങ്ങളിലെ വഴിയോര കച്ചവടക്കാർക്കൊക്കെ 50,000 രൂപ വരെ ഈടില്ലാതെ പ്രവർത്തന മൂലധന വായ്പ നൽകുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് PM സ്വനിധി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ വഴിയോര കച്ചവടക്കാരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഏത്? PM സ്വനിധി പദ്ധതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നവംബർ 27, 28 തീയതികളിലായിട്ട് പ്രധാനമായിട്ടും കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഈ മാസം 2 ദിവസത്തെയും കൂടെ ഉണ്ട്. അത് അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നവംബർ 1 മുതൽ 30 വരെ ഇത് കംപ്ലീറ്റ് ആവും.
അപ്പോൾ 30-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് 30-ാം തീയതി ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വരുന്നുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കിയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും, കാരണം ബാക്കി പാഠഭാഗങ്ങളെല്ലാം ഒരുപാട് ഈ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളെല്ലാവരും പഠിച്ചിട്ട് വരും. പക്ഷേ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിൽ പല സ്ഥലത്തു നിന്നായിരിക്കും കിട്ടുക. ഓക്കെ, എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ പോയിൻറ്റും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സിലബസിൽ ഊന്നിക്കൊണ്ട് അതുമായി ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തി വരുന്നത്. കാരണം നാഷണൽ മെയിനായിട്ടുള്ളൊരു സോഴ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെന്തായാലും പരീക്ഷയ്ക്ക് പ്രയോജനം ചെയ്തിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. എപ്പോഴും ബുക്കിൽ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അതുപോലെ നമ്മളുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിനകത്ത് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാരണം നമ്മളുടെ കോഴ്സുകളുടെ പ്രത്യേകത സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ്സും ക്ലാസ്സിൽ തന്നെ നോട്ടിനോടൊപ്പം ഫുൾ മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി 1 ഇയർ ലൈവായിട്ട് കൂടെ നിന്ന് പഠിപ്പിക്കുന്ന സിസ്റ്റമാണ്. ഓക്കെ, അതുകൊണ്ട് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 10 മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു കോഴ്സിനും തീർച്ചയായും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വരുന്ന സെക്രട്ടറി ടെസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു റെഗുലർ കോഴ്സും ഒരു ക്രാഷ് കോഴ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രിലിമിനറി ഈസി ആയിട്ട് പാസ്സാകാൻ വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സും പിന്നെ 1 ഇയർ ഫുൾ പ്രിലിമിനറി മെയിൻ ഇൻ്റർവ്യൂ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒരു മെയിൻ റെഗുലർ കോഴ്സും 1 ഇയറത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇനി വരുന്ന ഒരു 6 മാസത്തിലുള്ള എന്തായാലും പ്രിലിമിനറി എക്സാം ഉണ്ടാവും. അപ്പോൾ ക്രാഷ് കോഴ്സ് ചേരുന്നവർക്ക് പ്രിലിമിനറി മതി എന്നുണ്ടെങ്കിൽ അതിൽ ചേർന്നിട്ട് അത് ജയിക്കും എന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിൻ കോഴ്സിലേക്ക് ചേരാം. അല്ല റെഗുലർ കോഴ്സിലാണെങ്കിൽ നമ്മൾ പ്രിലിമിനറി മെയിനും കൂടെ ഒരുമിച്ച് പഠിച്ചു പോകും. അങ്ങനെ പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിനിടയിൽ വരുന്ന 10 +2 ഡിഗ്രി ഏതായിക്കോട്ടെ മറ്റ് പരീക്ഷകളും നിങ്ങൾക്ക് അനായാസം എഴുതാൻ പറ്റും. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു പ്ലാനോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ബാച്ചുകൾ ഇപ്പോൾ എന്തായാലും ഡിസംബർ 15-ന് ശേഷം ആരംഭിക്കുന്നതായിരിക്കും. ക്രാഷ് കോഴ്സും റെഗുലർ കോഴ്സുകളും ഡിസംബർ 15-ന് ശേഷം നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുട്ടികളുടെ അടിസ്ഥാനത്തിൽ 20 മുതൽ 25 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്